എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ബാലിന്റെയും ഗോമതിയുടെയും ഒക്കെ വിശേഷം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുന്നവരാണ് മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷമാണ്. ആ വിശേഷം എല്ലാവരും ഫുൾ വിശേഷം കാണണം കേട്ടോ. അങ്ങനെ നന്ദ പോയി അർജുനെ കണ്ട് സംസാരിക്കുകയാണ്. പക്ഷെ അർജുൻ ഇന്ദീവരത്തിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അവസാനം നന്ദ പറഞ്ഞു, അർജുൻ നീ എന്താ ഇങ്ങനെ പറയണേ, അങ്ങോട്ട് വരണം, നിന്നെ കാണാനായിട്ട് എല്ലാരും ഇവിടെ കാത്തിരിക്കുന്നില്ലേ? പിങ്കി നിന്റെ ഭാര്യയല്ലേ, അവിടെ കാത്തിരിക്കണല്ലേ നിൽക്കുക. ഭാര്യയാണ് പോലും. ദേ ഒരു കാര്യം ഞാൻ പറയാൻ നന്ദയെടുത്തി, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. എന്റെ ശത്രു അവിടെ ഉള്ളത്, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയാം. ഇങ്ങനെ പറയില്ല അർജുൻ, നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയാം. നിന്നെ കൊണ്ടേ ഞാൻ പോകണമെന്ന് പറയാം. എന്നാ നന്ദേടത്ത് ഇവിടെ നിൽക്കുകയുള്ളൂ, ഇന്ന് നാളെയൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നന്ദേടത്തോടെ വരത്തില്ല എന്ന് പറയാം. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയത്ത് ഇന്ദീവരത്തിലെ പിന്നീട് കാണിക്കുന്ന വല്ലാത്ത ടെൻഷനില്ല അരുന്ധതി ഇങ്ങനെ ഇരിക്കണേ. അരുന്ധതിയോട് പിങ്കി പറഞ്ഞു, അവള് പോയത് കണ്ടില്ലേ, അവള് പോയിട്ട് ഒരു ഫോൺ കോള് സ്റ്റഡി ടൂർ ആണെന്നും പറഞ്ഞ് പോയതാ. അല്ലെങ്കിൽ സ്റ്റഡി ടൂർ പോയിട്ട് വല്ല ഫോട്ടോ ആർക്കെങ്കിലും വല്ല ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തോ? ഇട്ട് കൊടുത്തില്ലല്ലോ. അതിനർത്ഥം എന്താ, അവള് സ്റ്റഡി ടൂർ ഒന്നും അല്ല പോയേക്കുന്നേ. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കേ, വല്യമ്മേ, സ്റ്റഡി ടൂർ പോയിട്ടാണെങ്കിൽ ഈ 3-4 ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ അതിന് മുമ്പ് തന്നെ അറിയിപ്പ് കിട്ടും. ഈ കൃത്യം ആ മൊമെന്റിൽ തന്നെയാണോ 3-4 ദിവസത്തെ ട്രിപ്പ് ഉണ്ടെന്ന് ആരെങ്കിലും പറയോ? അതൊരിക്കലും പറയില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഇല്ലേ? മോഹിനി പറഞ്ഞ ശരിയാ, പിങ്കിമോള് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യം എന്നറിയാം. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതിപ്പോ അവള് MBBS അല്ലേ പഠിക്കുന്നത്, സ്റ്റഡി ടൂറും കൂടെ അല്ലേ, അപ്പൊ തിരക്കുണ്ടായിരിക്കും. പിക്നിക്കിന് പോകുന്നതൊന്നും അല്ലല്ലോ, സ്റ്റഡി ടൂർ അല്ലേ പോയേക്കുന്നേ, അപ്പൊ തിരക്കുള്ളതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പിന്നെ ലക്ഷ്മിയമ്മയ്ക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, അവളെ ന്യായീകരിച്ച് പറയണ. എത്രയൊക്കെ അവള് കാണിച്ചെന്ന് പറഞ്ഞാലും അപ്പോഴെല്ലാം അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ശരിയായിട്ടുള്ള കാര്യം, അവളിങ്ങോട്ട് വരട്ടെ, അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ കയറണോ വേണോ തീരുമാനിക്കുന്നത് ഞാനാ. അവളുടെ തോന്നിയാസം ഇവിടെ നടക്കാൻ പറ്റില്ലെന്ന് പറയാം. പിങ്കി പറഞ്ഞു, അല്ലെങ്കിലും അവൾ ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തെ ആലോചിച്ചിട്ടുണ്ടോ? ഈ സമയം മോഹിനി പറഞ്ഞു, എന്റെ മരുമകൾ എങ്ങാനും ആയിരിക്കണം, പവിത്ര എങ്ങാനും ആയിരിക്കണം, അവളെ പിന്നെ ഞാൻ അടിച്ചോടിക്കും, ഞാൻ വീട്ടിൽ പോലും കെട്ടില്ല. ലക്ഷ്മിയുടെ ഇതൊന്നും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. പിങ്കി പറഞ്ഞു, ശരിയാ, ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, അവൾ ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല. അവൾ ആരുടെ കൂടെ ചുറ്റിയെ തിരിയാൻ പോയെന്ന് ആര് കണ്ടെന്ന് പറയാ. ഇത് കേട്ടോണ്ട് ഗൗതം വന്നു. ഗൗതം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കണേ? അവിടെ സ്റ്റഡി ടൂർ പോയതാന്ന് പറഞ്ഞില്ലേ? പിങ്കി പറഞ്ഞു, സ്റ്റഡി ടൂർ പോയതാന്ന് പറഞ്ഞ് നീ ഇവിടെ നോക്കിയിരുന്നോട്ടോ. അവള് കണ്ടവന്റെ കൂടെ കറങ്ങാൻ പോയതാന്ന് പെട്ടെന്ന് അരുന്ധതി പറയാ. ഗൗതത്തിന് നല്ല ദേഷ്യം വന്നു. പക്ഷെ ഗൗതം ഒന്നും മിണ്ടിയില്ല. പിന്നീട് കാണിക്കുന്ന പിറ്റേന്നും നന്ദ നേരെ ചെല്ലുവാണ് അർജുന്റെ അടുത്തേക്ക്. അർജുനെ കാണട്ടെ, കുറച്ച് സമയം മാത്രം വിസിറ്റ് ചെയ്യേണ്ട സമയമുള്ളൂ. അങ്ങനെ അർജുനെ കണ്ട് അർജുനോട് വരുന്ന കാര്യത്തെ കൂടെ സംസാരിച്ചപ്പോൾ അർജുൻ, ഞാൻ വരത്തില്ല, വെറുതെ വിളിക്കണ്ടെന്നെ, ഞാൻ എന്ത് ചെയ്യാൻ വരത്തില്ല എന്നുള്ള. അർജുൻ, നീ ഇങ്ങനെ പറയല്ലേ, നീ വരണം. നീ അവിടെ വന്ന് എല്ലാവരും എത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിയാം നിന്റെ വരവിന് വേണ്ടി. പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നേർന്നിരിക്കുക. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാ? ഇല്ലാടുത്തി, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല. എനിക്ക് അവിടെ ആരുടെ മുഖം കണ്ട അറിയാലോ, നന്ദേടത്തേക്ക് അറിയാലോ, പിന്നെ എന്തിനാ നന്ദേടത്തെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണേ? നന്ദ പറഞ്ഞു, അർജുൻ, നീ ഇല്ലാതെ എനിക്ക് ഒരു മടങ്ങിപ്പോക്ക് അങ്ങോട്ടില്ല. നീ എന്നോടൊപ്പം വേണം. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടല്ലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരാളെ വിളിക്കാന്ന് പറയാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നേ. എനിക്കറിയായിരുന്നു ഒരു പക്ഷെ നീ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കില്ലെന്ന്. അതാരാ നന്ദേടത്തൂടെ വേറെ ആരാ വന്നേക്കണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നന്ദ അങ്ങോട്ട് പോയിട്ട് സുമംഗലേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന അമ്മേനെ കണ്ടെന്നും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി അർജുൻ. ഒരിക്കലും പ്രതീക്ഷ കരയില്ല. സുമംഗലം മോനേന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നീ ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് അത് മാത്രം മതിയായിരുന്നു. ഞാൻ എത്ര പ്രാർത്ഥന വഴിപാടുകളും നേർന്നടാ. എന്നിട്ട് നിനക്ക് ഈ അമ്മയുടെ അടുത്തേക്കൊന്നും വരാൻ തോന്നിയില്ലോണ മോനെ. നീ എന്നടാ ഇങ്ങനെ? എന്നാലും സാരമില്ല, എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലോ. ഇനി എനിക്ക് എന്റെ കണ്ണടഞ്ഞാലും കുഴപ്പമില്ല, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു. അർജുനും കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നെ പറഞ്ഞു, വാ മോനെ, നമുക്ക് പോകാന്ന് പറയണേ. അമ്മ എന്താ പറയണേ? ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും ഇല്ലെന്ന് പറയണേ. എങ്ങോട്ടും ഇല്ലേ? അതേമേ, ഞാൻ ഇനി ഇവിടുന്നില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് അനാഥ കുട്ടികളുണ്ട്, അവരുടെ അടുത്തേക്ക് ഞാൻ പോണേന്ന് പറയാം. മോനെ അർജുനെ, നീ അമ്മേ ഈ കാര്യത്തിൽ എന്നെ വെറുതെ വിട്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്തിനു വരണം? എനിക്ക് വേണ്ടി അവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കണം. ആരുമില്ലെങ്കിലും മോന് ഞാനില്ലേന്ന് ചോദിക്കണം. ഞാൻ മാത്രം പോരെ മോനെ? അത് പോരെ, ഇനി വേറെ ആരെങ്കിലും മോന് വേണോന്ന് ചോദിക്കുക. ഈ സമയം നന്ദ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് അർജുൻ,
പിങ്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേടെ. പിങ്കി കാത്തിരിക്കുന്നു. അവളെ കുറിച്ചൊന്നും പറയരുത്. ആദ്യ രാത്രി തന്നെ അവളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതാ. ഈ സമയം സുമംഗലയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയ്ക്കറിയാവോ അവിടെ സംഭവിച്ച എന്താന്നുള്ള കാര്യം? എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിട്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നേന്ന് പറയാ. ഈ സമയം നന്ദി ചോദിച്ചു, അല്ല അർജുൻ എങ്ങോട്ടാ അന്ന് അതിന് ശേഷം പോയത്? അർജുൻ എന്താ ശരിക്കും സംഭവിച്ചത്? അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കാര്യം എന്താന്ന് ചോദിക്കണം. അവിടുന്ന് തകർന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ 4 പേര് കൂടി പോകുന്ന സമയത്ത് ട്രക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത്. ബാക്കി 3 പേരും കൂടെയുള്ളവർ മരിച്ചു. പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഈ സമയത്ത് മനസ്സ് തകർന്നിരുന്ന എനിക്ക് തിരികെ ക്യാമ്പിലേക്ക് പോകാനായിട്ട് തോന്നിയില്ല. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് വേറെ സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് ചികിത്സിക്കുകയൊക്കെ ചെയ്തേ. പക്ഷേങ്കിൽ എന്നെക്കുറിച്ചൊരു വിവരം കിട്ടാതെ വന്നപ്പോൾ ആദ്യമൊക്കെ അവർ മരിച്ചെന്ന് കരുതി. പിന്നീട് അവർക്ക് ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള തെളിവ് കിട്ടി. അങ്ങനെ എന്നെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു പക്ഷെ വീട്ടിലും വന്നിട്ടുണ്ടായിരിക്കും എന്നെക്കുറിച്ചുള്ള എൻക്വയറി ആയിട്ട്. ഞാൻ മരിച്ചിട്ടില്ല, വല്ല വിവരം അറിയുന്നുണ്ട്. അങ്ങനെ അവസാനം ഹരിദ്വാറിൽ വെച്ച് എന്നെ കണ്ട ഒരാൾ അങ്ങനെ ഞാൻ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞു. അങ്ങനെ എന്നെ അന്വേഷിച്ച് അവർ കണ്ടെത്തി നേരെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. പട്ടാളത്തിൽ ചിട്ടയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ വിചാരണ ചെയ്യും. ഇവിടെ പോലീസ് വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്തിട്ട് എന്നോട് തിരിച്ച് കയറാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു, ക്യാമ്പിലേക്ക് തന്നെ ജോലി പ്രവേശിക്കാൻ. പക്ഷെ എനിക്ക് എന്തിനാ ജോലി, ഞാൻ എന്തിനു ജീവിക്കണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് തോന്നി ഇനിയിപ്പോൾ കയറിയിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് 6 മാസം വെറും തടവിന് ശിക്ഷിച്ചു. അങ്ങനെ 6 മാസം മുമ്പ് ഞാനിവിടെ വന്ന അപ്പം ഏകദേശം അർജുൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അമ്മയ്ക്കറിയാലോ, അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഈ ജയിലിൽ കിടക്കേണ്ട വരത്തില്ലായിരുന്നു. ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ നിങ്ങളെല്ലാവരും വിളിച്ചറിയിക്കില്ലായിരുന്നു. എന്നാലും മോനെ, നിനക്കൊരു വാക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ? ഞാൻ നിന്റെ അമ്മയല്ലേടാ. ഓരോ ദിവസം നീ വരും എന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കുക. ഞാൻ കഴിക്കാത്ത വഴിപാടുകളില്ല നിനക്ക് വേണ്ടിയിട്ട്. ആരൊക്കെയില്ലേലും നിനക്ക് ഞാനില്ലേടാ, ഞാൻ തന്നെയല്ലേടാ. എൻ്റെ മോനെ എനിക്ക് കൈവിടാൻ പറ്റുമോ? ഒരു പെറ്റമ്മയുടെ വേദന ഇനിയെങ്കിലും നീ മനസ്സാക്കണമെന്ന് പറയാം. ഈ സമയം അർജുൻ പറഞ്ഞു, അമ്മ അത് മാത്രം പറയരുത്, എന്നോട് അങ്ങോട്ട് തിരികെ വരാൻ പറയരുത്. എനിക്ക് അവിടെ വന്ന് ആരുടെ മുഖം കാണണ്ട. എനിക്ക് ആരുടെ മുഖം കാണാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കമ്മയെന്ന് പറയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ അങ്ങോട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ അർജുനെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുള്ളൂ. മരിച്ചാലും ശരി, ഞാനത് തിരിച്ചു പോവില്ല തന്നെ. നിന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് അർജുനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അർജുൻ ആ പാടെ വെട്ടി വീണു. പിന്നീട് അരുന്ധതി, മോഹിനി എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അരുന്ധതി വല്ലാത്ത ടെൻഷനില്ല. അരുന്ധതി പറഞ്ഞു, എന്നാലും ഇത്ര ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രഭുദേവൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ അച്ഛന് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ. അത് പിങ്കി മോൾക്ക് ഇനി ഒരു കഷ്ടത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിനി സഹിക്കില്ല എന്ന് പറയണേ. പിങ്കി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇനി എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡാഡി എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുള്ളെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാന്ന് പറയണേ? ഒന്നും സംഭവിച്ചില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിങ്കുമോൾ ഇവിടുന്ന് പോകാൻ ആരെങ്കിലും കാരണം ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തായിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വിധിവെപ്പോഴെ പിങ്കുമോൾ എത്ര കാലം ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട്. അവർ നോക്കുമ്പോൾ അവരുടെ മകളുടെ ഭാവിയല്ലേ അവർക്ക് വലുത്. ഇത്രയും കാലമായി അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇനി പിങ്കിമോളെ ഇവിടെ നിന്നിട്ട് പോലും പിങ്കിമോളെ എല്ലാവരും കൂടി ഇട്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ മാത്രം അവർ വന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി പറഞ്ഞു, അല്ലെങ്കിലും ഇവിടെ എന്നെ വേദനിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ആഗ്രഹം കൂടുതൽ. ഞാൻ ഇവിടെ ജീവിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ലക്ഷ്മി മനസ്സിൽ പറയാണ്, ഇവളുടെ സ്വഭാവത്തിന് ഇനിയും മാറ്റം വരാൻ ചാൻസ് ഇല്ല. അർജുൻ തിരിച്ചു വന്നാൽ മാത്രമേ എന്തേലും സംഭവിക്കുള്ളൂ. ഈ സമയത്താണ് ഗൗതം ആ കാഴ്ച കാണുന്നത്. ഗൗതം നോക്കിയപ്പോൾ നന്ദ അങ്ങോട്ട് കയറി വരുന്നു. നന്ദനെ കണ്ടതും ഗൗതത്തിനും ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ പിങ്കി പറഞ്ഞു, ഇന്ന് എന്തേലുമൊക്കെ ഇവിടെ നടക്കും. ഇന്ന് വല്യമ്മ എന്തേലുമൊക്കെ പറഞ്ഞ അവളെ ഇവിടെ മിക്കവാറും ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയം അരുന്ധതി പാഞ്ഞങ്ങോട്ട് കയറി വരും. നന്ദ അങ്ങോട്ട് കയറി വരുമ്പം നിക്കവിടെ, തന്നിഷ്ടക്കാരി പോയിട്ട് വന്നിരിക്കുന്നു പറയണം. അല്ല വല്യമ്മ എന്നെ വിളിച്ച തന്നിഷ്ടക്കാരി? പിന്നെ തോന്നിയാസം നടക്കുന്നത് പിന്നെ ഞാൻ എന്താടി വിളിക്കുന്നത്? തന്നിഷ്ടക്കാരി എന്നല്ലാതെ ആരോടും ഒരു വാക്ക് പോലും പറയാതെ തോന്നിയാസം ഇറങ്ങി പോവല്ലേ ചെയ്തേ. ഒരു ടൂർ പ്രോഗ്രാം വന്നും പറഞ്ഞോണ്ട്. എന്ത് ടൂറാ നീ പോയത്? സ്റ്റഡി ടൂറ്. ആരുടെപ്പോന്ന് ആർക്കറിയാം. ഇത് മേലാല് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഈ ഇന്ത്യവരത്തിലേക്ക് കയറി വരാൻ നീ വിചാരിക്കണമെന്ന് പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ വന്നിട്ട്, മോളെ എങ്ങനെയുടെ യാത്ര സുഖമായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മയെന്ന് പറയണം. അമ്മ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി ഒരു താലം എടുത്തോണ്ട് വരാൻ പറയണം. അല്ല ആരതി എടുത്തോണ്ട് വരാൻ പറയണം. ശരി മോളെ, യാത്ര ചെയ്ത് മടുത്തു വരുന്നതല്ലേ, ഇത്രയും ദൂരമൊക്കെ പോയതല്ലേ, ആരത്തി ഒഴിഞ്ഞ് മോളെ ഞാൻ കയറ്റാന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. ഈ സമയം പിങ്കി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത്ര സമയം ഇവിടെ നമ്മൾ പറഞ്ഞൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ഏപ്പി കണ്ടില്ലേ? നന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും
ലക്ഷ്മിയമ്മ നന്ദ പറഞ്ഞ ഉടനെ ആരതി എടുക്കാനായിട്ട് അങ്ങോട്ട് ഓടിയത്. ഇനി അതിന്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നൊരു ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണ്ടേ. ഇവിടെ നന്ദ വന്നിട്ട് പിങ്കിയോട് പറഞ്ഞു, പിങ്കി നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വയലന്റ് ആകുന്നേ? വയലന്റ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ. പിന്നെ എൻ്റെ ഈ മടങ്ങി വരെ എങ്ങനെയെന്ന് അറിയാമോ? നിനക്ക് ഉള്ള ഒരു വമ്പ സർപ്രൈസ് ആയിട്ടാ വന്നേക്കണെന്ന് പറയണം. വമ്പ സർപ്രൈസോ? അതെ, നിനക്കുള്ള സർപ്രൈസോ ആയിട്ടാ. ആ സർപ്രൈസ് കണ്ടിട്ടാ നീ ഒന്ന് ഞെട്ടൂന്ന് പറയാം. നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ കിട്ടാത്തൊരു സർപ്രൈസ് ആന്ന് പറയാം. ഈ സമയം പിങ്കി ആലോചിച്ചു, ഇവിടെ തനിക്കിട്ടുള്ള എന്തെങ്കിലും പണിയായിട്ടാണോ വന്നേക്കുന്നത്? ഈ സമയം അരുന്ധതി പറഞ്ഞു, ദേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിന്നെ അങ്ങനെ വെറുതെ നിന്നെ അങ്ങോട്ട് കയറ്റി വിടുന്നു ആലോചിക്കണ്ട. ഈ ഇന്ത്യവരത്തില് ചില ചിട്ടുകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, അത് പാലിച്ചേ മതിയാവുള്ളൂ. അതൊക്കെ ഇനി സമയമുണ്ടല്ലോ വല്യമ്മേ, അതിനൊക്കെ ഞാൻ ഇനി സമയം തരാം. ആദ്യം നിങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോൾ എല്ലാവരും നോക്കിക്കഴിയുമ്പോഴത്തേനും സുമംഗല വരുന്നു. സുമംഗലയെ കണ്ടത് അരുന്ധതി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോ, സുമംഗലയോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ സുമംഗലയുടെ പുറയില് നോക്കിക്കഴിഞ്ഞിട്ട് അർജുനെയും കൂടെ കണ്ടു. അർജുനെ കണ്ടതും അരുന്ധതിയുടെ ഒക്കെ കണ്ണും വിഴിഞ്ഞുപോയി. ഗോത്തിനും മോഹം സന്തോഷത്തെ തുടുത്തു. പക്ഷെ പിങ്കി പ്രേതത്തെ കണ്ട ഒരു അവസ്ഥയായിരുന്നു പിങ്കിയുടെ മുഖം. പിങ്കി ഇങ്ങനെ വെളറി വെളുത്ത് നിൽക്കുവാണ്. അർജുനെ കണ്ടതും ഇങ്ങനെ ഞെട്ടിത്തരിച്ച്, ദൈവമേ ഇവൻ വന്നോ, തന്റെ ജീവിതം തകർന്നല്ലോ എന്നൊരു ചിന്ത, ഗൗതം എന്നുള്ള തന്റെ മോഹം പൊലിഞ്ഞു പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളില്. പിങ്കിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നൊരു അവസ്ഥയായിരുന്നു. അർജുനെ കണ്ടതും അരുന്ധതി ഓടി വരുവാണ്. ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെ നീ നീ എങ്ങനെയാടാ, നീ ജീവനോടെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഈ വല്യമ്മയ്ക്ക് സന്തോഷമായി. എത്രയും നാളുകളായി നീ ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഈ വീട്ടിൽ ഐശ്വര്യം കൂടെ പോയായിരുന്നു. നിനക്കറിയാവത്, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം എന്നും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം നിന്റെ കാര്യമായിരുന്നു. നീ എത്രയും പെട്ടെന്ന് മടങ്ങി വരണമെന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അർജുൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിക്കുമ്പോൾ ഗോത്തിന്റെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിങ്കി പക്ഷെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലേ. എല്ലാവരും വന്ന് അർജുനും വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. പിങ്കി പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും സുമംഗലെ, നീ നീ എങ്ങനെ ഇവനെ കണ്ടെത്തി എന്നൊക്കെ ചോദിക്കുക. പെട്ടെന്ന് സുമംഗല പറഞ്ഞു, എല്ലാത്തിനും കാരണം നന്ദമോളാ. നന്ദമോള് വന്നോണ്ടാ ഇപ്പൊ അർജുനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്നു. ലക്ഷ്മിയമ്മ ആരതിയുമായിട്ട് ഒരു കാണുന്ന കാഴ്ച, വരുമ്പം കാണുന്ന കാഴ്ച അർജുനെയായിരുന്നു. അർജുനെ കണ്ടതും ഒരു നിമിഷം അയ്യോ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു അന്താളിപ്പായിരുന്നു. പിന്നെ ഓടി വന്ന ആരതി ഒഴിയുവാണ്. എന്നാലും മോനെ തീ തിരികെ എത്തിയല്ലോ, ഇത് മാത്രം മതി, ഞങ്ങൾക്ക് സന്തോഷമായി. ഇനി ഈ കുടുംബത്തിന്റെ സന്തോഷ ദിനങ്ങൾ തിരികെ വരാൻ പോവാ. നീ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ എല്ലാവർക്കും എത്ര വിഷമായെന്നറിയാവോ. ആ മോനെ ആരതി ഒഴിയുക. അങ്ങനെ ആരതി എല്ലാം ഒഴിഞ്ഞ് എല്ലാവരും കൂടെ സെറ്റേലിരിക്കുകയാണ്. ഈ സമയം അരുന്ധതി പറഞ്ഞാൽ, എന്നാലും അർജുൻ തിരിച്ചു വന്നല്ലോ. പെട്ടെന്ന് സുമംഗല പറഞ്ഞു, അതിന്റെ കാരണക്കാരി ആരാന്നറിയാവോ? ദേ ഈ നന്ദമോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അർജുൻ ഇങ്ങോട്ട് തിരികെ വരില്ലായിരുന്നു പറയാ. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ല അതിന് കാരണക്കാരി ആരാ? ഇപ്പൊ അർജുൻ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞിട്ട് അല്ലെ പോയത് നന്ദ. അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നന്ദയെ ചെയ്തെന്നുള്ള. പിങ്കി ആയിരുന്നെങ്കിൽ ഇപ്പൊ തല ചുമന്നോടെ നടന്നേരം അരുന്ധതിയും മോഹിനിയൊക്കെ. പക്ഷെ നന്ദ ആയതുകൊണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നന്ദയുടെ ക്രെഡിറ്റ് ഒന്നുകൂടെ കൂടിയല്ലോ. സുമംഗല പറഞ്ഞു, നന്ദമോളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു നന്മ അവള് ചെയ്തു തന്നെ. ഇതൊക്കെ കണ്ടും കേട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നന്ദ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ എല്ലാവരുടെയും വിഷമം കണ്ടിരിക്കാൻ സഹിച്ചില്ല. അത് മാത്രമല്ല, ഏറ്റവും കൂടുതലുള്ള വിഷമം ഉണ്ടായിരുന്ന പിങ്കിക്കല്ലേ. പിങ്കിക്ക് ഒരു ജീവിതം കിട്ടണ്ടായിരുന്നോ? അപ്പൊ പിങ്കിക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ പോയി അർജുനെ കൂട്ടിക്കൊണ്ട് വന്നേ. ഇപ്പൊ പിങ്കിക്ക് സമാധാനമായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. അങ്ങനെ പിങ്കിക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. ഇനി എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയണ്ടേ പിങ്കിയുടെ അർജുൻ്റെയും ജീവിതത്തില്. ഇനി പിങ്കിനെ ഇപ്പൊ വരച്ച വരെ മിക്കവാറും അർജുൻ നിർത്തും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.